ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഡേവിഡ് ഓൺസ്റ്റൈൻ എന്ന് പറയുന്ന റിലയബിൾ ആയിട്ടുള്ള അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് പുറത്തുവിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിൽ നിന്ന് തുടങ്ങാം. ആദ്യമായിട്ട് മാർക്ക് ഗഹിയുടെ അപ്ഡേറ്റിൽ തുടങ്ങാം. അതായത് ക്രിസ്റ്റൽ പാലസിൻ്റെ ഇംഗ്ലീഷ് ഡിഫൻഡറായിട്ടുള്ള 24-കാരനായിട്ടുള്ള മാർക്ക് ഗഹിയെ സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് എഡിഹാവിൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡ് എന്നുള്ളതാണ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്ര തുകയാണ് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഓഫർ ക്രിസ്റ്റൽ പാലസിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ മാർക്ക് ഗഹിയെ സംബന്ധിച്ചോളം ഇംപ്രസീവായിട്ടുള്ള പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ കുപ്പായത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൻ്റെ യൂറോ ടീമിൽ ഇടം പിടിക്കാൻ സാധിച്ചത്. യൂറോയിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ കുപ്പായത്തിൽ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്റ്റോക്സ് ഉയരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മാർക്ക് ഗഹിയുടെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെൽസിയുടെ ഒരു അക്കാഡമി പ്രൊഡക്റ്റാണ്, കോബ്ഹാം അക്കാഡമി പ്രൊഡക്റ്റാണ്. പക്ഷേ ചെൽസിയിൽ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്വാൻസി സിറ്റിയിലേക്കൊക്കെ അദ്ദേഹം ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ക്രിസ്റ്റൽ പാലസ് പെർമനൻ്റ് ആയിട്ട് ചെൽസിയിൽ നിന്നും ഈ ഒരു താരത്തെ സൈൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ന്യൂകാസിൽ യുണൈറ്റഡ് മാത്രമൊന്നുമല്ല ഈ പ്ലെയറിനായിട്ട് ഇൻട്രസ്റ്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡാണ് കാര്യമായിട്ടുള്ളൊരു മൂവ് നടത്തുന്നതായിട്ട് കേൾക്കുന്നത്. ഇതോടൊപ്പം തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ ഈ എന്താ പറയുക PSR-യുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രോങ്ങറായിട്ട് ഇടപെടാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ അവർ വില്യം ഒസൂല എന്ന് പറയുന്ന മറ്റൊരു യങ് ഫുട്ബോളറിനെ 20-കാരനായിട്ടുള്ള ഡിഫൻഡറിനെ ഷെഫീൽഡ് യുണൈറ്റഡിൽ നിന്നും സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനൊരു ഡെവലപ്മെൻറ്റ് ഫിഗറായിട്ടാണ് ഇവർ കാണുന്നത്. മാർക്ക് ഗഹി ആണെങ്കിൽ നേരെ ടീമിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ ആൻ്റണി ഗോർഡൻ്റെ കാര്യത്തിൽ പല റിപ്പോർട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ലിവർപൂൾ ഇപ്പോഴും താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു ഇംപ്രൂവ്ഡ് കോൺട്രാക്റ്റ് കൊടുക്കാനുള്ള ശ്രമമാണ് ന്യൂകാസിൽ യുണൈറ്റഡ് നടത്തുന്നുള്ളതും ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരൻ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം ക്ലബ്ബാണ് ലിവർപൂൾ, ബോയ്ഹുഡ് ക്ലബ്ബാണ് ലിവർപൂൾ. ആൾ എവർട്ടണിലേക്കാണ് ഫുട്ബോൾ കളിച്ചിരുന്നെങ്കിലും ആളൊരു ലിവർപൂൾ ഫാനായിരുന്നുള്ള കാര്യം ഓർക്കണം. ബിഗ് മണി സൈനിങ് ആണ് ന്യൂകാസിൽ യുണൈറ്റഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എവർട്ടൺ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ എന്തായാലും ഒരു സ്വാപ്പ് ഡീലിനുള്ള ശ്രമം നടത്തിയിരുന്നത്രേ ലിവർപൂളും ന്യൂകാസിൽ യുണൈറ്റഡും. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പേ സംസാരിച്ചതാണ്. ഗോമസ് ന്യൂകാസിൽ യുണൈറ്റഡിലേക്ക് വന്നിട്ട് ഗോമസ് പ്ലസ് ക്യാഷ് ഡീലിൽ അങ്ങോട്ടേക്ക് ആൻ്റണി ഗോർഡനെ പറഞ്ഞേക്കുന്ന രീതിയിലുള്ളൊരു ഡീലിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ന്യൂകാസിൽ യുണൈറ്റഡ് മറ്റു താരങ്ങളെ വിറ്റിട്ട് അവരുടെ ഒരു PSR-യുമായി ബന്ധപ്പെട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ വിൽക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ആൻ്റണി ഗോർഡൻ എന്ത് തീരുമാനിക്കുന്നത് കാത്തിരുന്നാണ്. അതുപോലെ ലിവർപൂൾ എത്ര ബിഡ് ഇടും എന്നുള്ളത് കാത്തിരുന്നതാണ്. ലിവർപൂൾ ബിഡിടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ മിഗേൽ ഡെലേനിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിവർപൂൾ എന്ന് വെച്ചാൽ അവർ മാർക്കറ്റിലുണ്ട്. അതായത് അവർ ഒരു സെൻറ്റർ ബാക്കിനായിട്ടും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്കായിട്ടും വൈഡ് ഫോർവേഡുകൾക്കായിട്ടും വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ലിവർപൂൾ ആരാധകരെയൊക്കെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് ഖുദൂസിനെ ലിവർപൂൾ എങ്ങനെയും സൈൻ ചെയ്താൽ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറേയും കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിൻഡോ ആയിട്ട് മാറും. സോഫാർ അവർ ഒന്നും ചെയ്തിട്ടില്ല വിൻഡോയിൽ, നമുക്കറിയുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള സൈനിങ്ങൾ അവർ നടത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വിൻഡോ ആയിട്ട് മാറും. വെയിറ്റ് ചെയ്യാം എന്ത് സംഭവം എന്നുള്ളത്. ഓർക്കേണ്ടതായിട്ടുള്ളത് ട്രാൻസ്ഫർ വിൻഡോ ഈ മാസം മൊത്തം ഉണ്ട്. സെപ്റ്റംബർ 1-ാം തീയതി ട്രാൻസ്ഫർ വിൻഡോ അടക്കമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതാണ് ഓൺസ്റ്റൈൻ പറഞ്ഞ ആദ്യത്തെ അപ്ഡേറ്റ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ്. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന വാർത്ത തന്നെയാണ്. പക്ഷേ ഓൺസ്റ്റൈൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്ന് മാത്രം. അതായത് മസ്റോയിനെയും ഡെലീറ്റിനെയും സൈൻ ചെയ്യാനായിട്ട് പുതിയ ബിഡ്, ഒരു കമ്പൈൻഡ് ഓഫർ, രണ്ടുപേർക്കുമായിട്ടുള്ള കമ്പൈൻഡ് ഓഫർ ബയർ മ്യൂണിക്കിന് മുമ്പിലേക്ക് വെച്ചു. പക്ഷേ അത് ബയർ മ്യൂണിക്ക് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഇവർ നേരത്തെ തന്നെ എഗ്രി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഫാബ്രിസ് റഹ്മാനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് 5 ഇയർ + 1 ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള തരത്തിലുള്ള കോൺട്രാക്ട് ടേമും അതുപോലെ തന്നെ സാലറിയും കാര്യങ്ങളൊക്കെ ഡെലീറ്റ് ആണെങ്കിലും മസ്റോ ആണെങ്കിലും എഗ്രി ചെയ്തിട്ടുണ്ട്. ഡെലീറ്റ് നേരത്തെ തന്നെ എഗ്രി ചെയ്തിരിക്കുകയാണ്. ഈ പിന്നെ ഒരു മാസത്തിൻ്റെ മുകളിലായി ആ ഒരു കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ട്. മസ്റോ ആണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചക്ക് മുകളിലായി പേഴ്സണൽ ടേംസും കാര്യങ്ങളും എഗ്രി ചെയ്തിട്ട്. ആകെ ഫീ എഗ്രി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ എഗ്രി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. ബയർ മ്യൂണിക്കാണെങ്കിൽ പുതിയ ഓഫർ റിജക്റ്റ് ചെയ്തു. അത് എത്ര തുകയാണെന്നുള്ളത് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതെന്താ സംബന്ധിച്ചാൽ ഇപ്പോൾ ലെനിയോർക്ക് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ ബയറിന് കൃത്യമായിട്ട് അറിയാം. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഡെസ്പറേറ്റ് മോഡിലാണെന്നുള്ളത്, ഡിഫൻഡറിനെ കൊണ്ടുവരാനുള്ള ഡെസ്പറേറ്റ് മോഡിലാണെന്നുള്ളത്. അപ്പോൾ അവർ കടുംപിടുത്തം പിടിക്കുകയാണ്.
അപ്പോൾ അവർ ഒരു 50 മില്യൺ യൂറോസൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതാണ് മറ്റ് റിപ്പോർട്ടുകൾ വായിച്ചിരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കൊടുക്കാൻ യുണൈറ്റഡ് തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത് ഡെലീറ്റിൻ്റെ കാര്യത്തിൽ. മസ്റാവിയുടെ കാര്യത്തിൽ പിന്നെ വെസ്റ്റ് ഹാമുമായിട്ട് 15 മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് അടങ്ങുന്ന തരത്തിൽ ഡീലൊക്കെ എഗ്രി ചെയ്തായിരുന്നല്ലോ ബയൺ. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ബിഡ് റിജക്ട് ചെയ്തുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഓൺസ്റ്റൈൻ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ റാഫേൽ പിമെൻറ്റ എന്ന് പറയുന്ന ഏജൻറ്റാണ് ഇവർ രണ്ടുപേരുടെ ഏജൻറ്റ്, രണ്ടുപേർക്കും ഒരു ഏജൻറ്റാണ്. അപ്പോൾ മാൻചസ്റ്റർ ആളുകൾ ഏജൻറ്റിനോട് പോയിട്ട് പിന്നെയും ചോദിച്ചത്ര ഇനി എന്തെങ്കിലും തരത്തിൽ ബയൺ മ്യൂണിക്കിൻ്റെ സ്റ്റാൻസ് എങ്ങാനും മാറിയിട്ടുണ്ടോ. കാരണം ഈ ഒരു ട്രാൻസ്ഫറിന് തുടങ്ങുന്ന സാഹചര്യത്തിൽ റാഫേൽ പിമെൻറ്റയ്ക്ക് കിട്ടിയ വിവരങ്ങൾ അല്ലെങ്കിൽ ഡെലീറ്റിനും മസ്റാവിക്കും കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബയൺ മ്യൂണിക്കിൻ്റെ അടുത്ത സീസണിലെ പ്ലാൻസിൽ നിങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നുള്ളതാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലും എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബിഡ് റിജക്റ്റ് ചെയ്തപ്പോഴുള്ള കാര്യത്തിൽ അവർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റവും ഇല്ല. ബയൺ ആണെങ്കിൽ മാക്സിമം ഊറ്റിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ എന്താണ്, ഇതൊരു ഡേഞ്ചറസ് പ്ലേ കൂടിയാണ് ബയണിനെ സംബന്ധിച്ചിടത്തോളം. അഥവാ ഇനി വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവരുടെ ആ ഒരു ബിഗ് സാലറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ കൂടി പിടിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം വരും ബയണിനെ സംബന്ധിച്ചോളം പ്ലാനിലില്ലെങ്കിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഉടനെ ഇതിലൊരു തീരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബയണിൻ്റെ മുമ്പിലേക്ക് ഒരു ഇംപ്രൂവ്ഡ് ഓഫറുമായിട്ട് മാനേജ്മെൻറ്റ് പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നുള്ളത് കാണാൻ. ഇനി മറ്റൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഗുഡോ റോഡ്രിഗസ് എന്ന് പറയുന്ന കോപ്പ അമേരിക്ക വിന്നറായിട്ടുള്ള അർജന്റീനിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ വെസ്റ്റ് ഹാം സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു അർജന്റീനിയൻ ജേർണലിസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ആൾ ഒരു ഫ്രീ ഏജൻ്റാണ്. റയൽ ബെറ്റിസിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫ്രീ ഏജൻ്റ് ആകുന്നു. അങ്ങനെ ബാഴ്സലോണയുമായിട്ടൊരു ടേംസും കാര്യങ്ങളൊക്കെ അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാവി അവിടെ മാനേജറായിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് ഷാവി അവിടെ നിന്ന് പോകുന്നു. ആ ഡീൽ കൊളാപ്സ് ആകുന്നു. ഷാവിയുടെ താല്പര്യമായിരുന്നു ഗുഡോ റോഡ്രിഗസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, ഒരു ഡീസൻറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ടോപ്പ് ടിയർ അല്ല, പക്ഷേ സ്റ്റിൽ ഒരു ഡീസൻറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ചങ്ങായി. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് പല ഓഫറുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ വെസ്റ്റ് ഹാമിൻ്റെ ഓഫറാണ് ഇപ്പോൾ പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന് ലോപ്പറ്റെഹിയും ഒരു കാരണക്കാരനാണ്. വെസ്റ്റ് ഹാമിൻ്റെ മാനേജറായിട്ടുള്ള സ്പാനിഷുകാരനായിട്ടുള്ള ലോപ്പറ്റെഹി നിരന്തരം ആളുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ ഡീൽ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹൂലിയൻ അൽവാരസിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ സെസാർ ലൂയിസ് മെർലോ എന്ന് പറയുന്ന റിലയബിൾ ആയിട്ടുള്ള അർജന്റീനിയൻ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത്ലറ്റിക്കോമായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയും അഡ്വാൻസ്ഡ് നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്രാൻസ്ഫറിനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഡിയോഗോ സിമിയോണി എന്ന് പറയുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മാനേജർക്ക് ഈ പ്ലെയറിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ തീവ്രമായിട്ടുള്ള താല്പര്യമുണ്ട്. അൽവാരസിന് മാഞ്ചസ്റ്റർ സിറ്റി വിട്ടു പോകാനുള്ളൊരു താല്പര്യമുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള വർത്തമാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴും മാഞ്ചസ്റ്റർ സിറ്റിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് മോർ മിനിറ്റ്സ് ബിഗ് ഗെയിമുകളിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ പെപ് ഗാർഡിയോല മറുപടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ അത്ലറ്റിക്കോ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലൊരു ഫീ എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അൽവാരസിനെ നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ ഫുട്ബോൾ കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു ബിഗ് മൂവ് ആയിരിക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഡോബ്വിക്കിനെ സൈൻ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോബ്വിക്ക് റോമ ചൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. സൊർലോത്തിൽ ഇൻട്രസ്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് കാണിക്കുന്നതായിട്ട് പല റിപ്പോർട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, ഈ ഡീൽ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അത്ലറ്റിക്കോ മാഡ്രിഡിനോളം ഒരു ബിഗ് കൂപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നേരത്തെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അൽവാരസിനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 70 മില്യൺ പൗണ്ട് തുകയ്ക്കാണെന്നാണ്. പക്ഷേ അത്ര കൊടുക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് തയ്യാറാകുമോ എന്നുള്ളത് സംശയകരമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ വെയിറ്റ് ചെയ്യാം അല്ലേ, എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കോട്ട് മക്ടോമിനയെ സൈൻ ചെയ്യാൻ ഫുള്ളാം ശ്രമിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗാലറ്റാസറായ് എന്ന് പറയുന്ന തുർക്കിഷ് ക്ലബ്ബും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫർ ബാറ്റിലാണ്. ഫുള്ളം വേഴ്സസ് ഗാലറ്റാസറായ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്ത് മക്ടോമിനെ ചൂസ് ചെയ്യുന്നത് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ ജോസെ മൊറീനോയുടെ ഫെനെർബാച്ചയുടെ ലിസ്റ്റിൽ അമർബാത്ത് കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറെയും ഓപ്ഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അമർബാത്തിനെയും അവർ ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ടോപ്പ് ടാർഗറ്റ് ഒന്നുമല്ല, പക്ഷേ ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റൂഡി ഗലേറ്റി എന്ന് പറയുന്ന ഇറ്റാലിയൻ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു സൗദി സൈനിങ്ങിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ, റായ്ക്കോവിച്ച് എന്ന് പറയുന്ന നമ്മുടെ സെർബിയയുടെ കീപ്പർ, മയോർക്കയുടെ കീപ്പറിനെ ഇത്തിഹാദ് സൈൻ ചെയ്യാൻ പോകണം. 28കാരനായിട്ടുള്ള
ഈ ചെങ്ങായിനെ 11.5 മില്യൺ യൂറോസിൻ്റെ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാണ് സൗദി പ്രോ ലീഗ് സൈൻ ചെയ്യാൻ പോകുന്നത്. അവർ എന്താ പറയുക, ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കീപ്പറിനെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഈവൻ എഡേഴ്സിനെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫീ എഗ്രി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ട്രായ്ക്കോവിച്ചിലാണ് അവർ അവസാനം ചെന്നെത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തന്നെ വാർത്തയിലേക്ക് കടക്കുമ്പോൾ നമ്മളിപ്പോൾ മസറാവി ഡീലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രോഗ്രസ് ആകുന്നുണ്ട്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തന്നെ വാർത്തയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മസറാവി ഡീലിൽ അവർ പ്രോഗ്രസ്സും കാര്യങ്ങളും നടത്തുന്ന ഒരു കാര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ വംബസാക്ക അവിടെ നിന്ന് പോകാനുള്ള സാധ്യതയും കൂടുകയാണ്. വെസ്റ്റ് ഹാം കാര്യമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് വംബസാക്കയെ സൈൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്ത് അതിൽ സംഭവിക്കുന്നത് കാത്തിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗുഡ് ബൈ. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം. ഗുഡ് ബൈ.